സോ ഹലോ യൂട്യൂബേഴ്സ് എല്ലാ മച്ചന്മാർക്കും ഐജിഎൽ നെക്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BGMIയിൽ നല്ലപോലെ ഒരു എയിം സെറ്റാക്കാൻ വേണ്ടിയുള്ള കുറച്ച് ട്രെയിനിങ്ങും ഡ്രിൽസും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന മച്ചന്മാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. സോ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് മെത്തേഡാണ് എയിം ട്രാൻസ്ഫർ ട്രെയിനിങ്. അതിനെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊരു M4 ഏതെങ്കിലും ഒരു ഗണ്ണ് ക്യാരി ചെയ്തതിന് ശേഷം ഞാൻ ഈ എയിം ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെ ആ ഒബ്ജക്റ്റിലേക്ക് നിങ്ങളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പഠിക്കാം. ഇത് നിങ്ങൾക്ക് ഇൻ ഗെയിമിൽ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ കൊണ്ടുവരും. കാരണം ഒരു എനിമി വന്നടിക്കുമ്പോഴത്തേക്കും ഉടനെ അടുത്ത എനിമിയിലോട്ട് ടൈമിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നല്ലപോലെ സഹായിക്കുന്ന ഒരു ട്രെയിനിങ് ഡ്രില്ലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, സെക്കൻഡ് തിങ്ങാണ് സ്കോപ്പ്. സെയിം സാധനം തന്നെ നിങ്ങൾ M4 തന്നെ സ്കോപ്പ് ചെയ്ത് എയിം ട്രാൻസ്ഫർ ചെയ്യുക. ഇത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു വീട്ടിലോട്ട് സ്കോപ്പ് ചെയ്തിട്ട് അടിക്കുകയാണെങ്കിൽ അടുത്ത ജനലിൽ ഒരാൾ വന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അടിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടുന്നതായിരിക്കും. സോ ഇത് നിങ്ങൾ മാക്സിമം ട്രെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ സിംഗിൾ ടാപ്പിലൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഫയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് സിംഗിൾ ടാപ്പിൽ ഇട്ടിട്ട് എയിം ട്രാൻസ്ഫർ ചെയ്ത് ഫയർ ചെയ്ത് പഠിക്കുക. ഫസ്റ്റിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ് ഗൈസ്. ഓക്കെ, സോ ഗൈസ് നമ്മുടെ സെക്കൻഡ് മെത്തേഡാണ് സ്പ്രേ. നമ്മൾ ഒരുപാട് വീഡിയോസിൽ, അതായത് സൈറക്സിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസിൽ കാണുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ഒരു 4-5 ബുള്ളറ്റ്സും കൊണ്ട് ഹെഡ് ഷോട്ട് മാത്രം കണക്ട് ചെയ്ത് സ്പ്രേയിൽ വീഴ്ത്തുന്നത്. സോ അത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണും. അതിനെ നിങ്ങൾ ഒരു കൂപ്പെടുത്തതിന് ശേഷം ഈ ബ്രിഡ്ജിൽ വന്ന് ഇങ്ങനെ വണ്ടി സൈഡ് ഒതുക്കി ഇടുക. അതിനുശേഷം നിങ്ങൾ നേരെ എക്സിറ്റ് അടിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് കുറേ ഡമ്മികൾ നമ്മുടെ അവിടെ അപ്പാർട്ട്മെൻറ്റ് അടുത്ത് കാണും. സോ നിങ്ങൾ അതിനെ ഇങ്ങനെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ഫയർ ചെയ്ത് പഠിക്കുക. മാക്സിമം കുറച്ച് ഷോട്ട്സ് അടിച്ച് പഠിക്കുക. അതാകുമ്പോൾ ഹെഡ് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഒരു 4x അടിക്കുകയാണെങ്കിൽ ആ 4x ഫസ്റ്റ് ഷോട്ട് എന്തായാലും ചാടും. ഓക്കെ, മണ്ടക്കോട് ചാടും. സോ അതിനെ ഒരു അഡ്വാൻറ്റേജ് ആക്കിക്കൊണ്ട് നിങ്ങൾ താഴോട്ട് വെച്ചിട്ട് ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ഫയർ ചെയ്ത് പഠിക്കുക. ഇത് കാരണം നിങ്ങൾക്ക് ലോങ്ങിലൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് 3 to 4 ഷോട്ട്സിൽ അടിച്ചിടാൻ പറ്റും. നമ്മുടെ തേർഡ് മെത്തേഡാണ് കവർ ആൻഡ് പീക്ക് ട്രെയിനിങ്. ഇതിനായി നിങ്ങളൊരു കൂപ്പ് എടുക്കുക. അതുപോലെ തന്നെ M4-നകത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു ക്യുക്ക് റീലോഡും സ്കോപ്പും മാത്രം യൂസ് ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ആ കൂപ്പിനെ കവർ എടുത്തിട്ട് നിങ്ങൾ നേരെ ആ ഡമ്മിലോട്ട് ഇങ്ങനെ പീക്ക് ചെയ്ത് ഫയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, മാക്സിമം എപ്പോഴും ലെഫ്റ്റ് സൈഡ് പീക്ക് ചെയ്ത് ഫയർ പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒരു വാളിന് കവർ എടുത്തിട്ട് റൈറ്റ് സൈഡ് പീക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ബട്ട് നമ്മളിപ്പോൾ ഒരു വണ്ടിക്കാണ് കവർ എടുക്കുന്നതെങ്കിൽ എനിമി ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്ത സ്ഥലത്തൂടെ നമ്മൾ മാക്സിമം അടിക്കുക. ഓക്കെ, അതായത് ഈ കാറിൻ്റെ ഒക്കെ വിൻഡോയിലൂടെ അല്ലെങ്കിൽ കാറിൻ്റെ ബാക്കിൽ കൂടെ ലെഫ്റ്റ് സൈഡ് പീക്ക്, ഇതൊന്നും എനിമി പ്രതീക്ഷിക്കാത്ത ഒരു ഏരിയാസാണ്. അതുപോലെ തന്നെ കാറിൻ്റെ അണ്ടർഗ്രൗണ്ട്, അതായത് അടിവശം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മാക്സിമം അടിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു പീക്ക് ഫയർ, അതായത് ഇതൊക്കെ മാക്സിമം വരുന്നത് ഷോർട്ട് റേഞ്ചിലും അതുപോലെ തന്നെ ഓപ്പൺ ഏരിയാസിലുമാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു ട്രെയിനിങ് നല്ലതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. കോമ്പറ്റീറ്റീവ് പ്ലേയേഴ്സാണ് മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ട്രെയിനിങ് ആണിത്. ഇത് നിങ്ങൾക്ക് ആ ഒരു മാച്ചിൽ നല്ലൊരു അഡ്വാൻറ്റേജിനെ തരും. ഓപ്പണുള്ളൊരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ഫൈറ്റ് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് ഡ്രില്ലാണിത്. സോ ഇത് മാക്സിമം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. സോ നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തെ 4ാമത്തെ ട്രെയിനിങ്ങാണ് ഹെഡ് ഷോട്ട് ട്രെയിനിങ്. അതിന് നിങ്ങൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ട്രെയിനിങ്ങിലോട്ട് വരും. അതിനുശേഷം സ്റ്റാൻഡേർഡ് ട്രെയിനിങ് എടുത്ത് അതേപോലെ തന്നെ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഈ ഒരു ബോട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വണ്ടിയുടെ അടുത്തോട്ട് ഒരു കോപ്പിനെ കവർ ചെയ്തിട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ കാണിക്കുന്ന പോലെ തന്നെ എയിം മാക്സിമം ഹെഡ് ഷോട്ട് കണക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് നോർമലി ഒരു ഗെയിം പ്ലേ തന്നെ നല്ലപോലെ സ്പ്രേ ചെയ്യാൻ സഹായിക്കും. അതായത് ക്ലോസ് കോമ്പാക്റ്റ് ആണെങ്കിലും ശരി, ലോങ് റേഞ്ച് ആണെങ്കിലും ശരി, മിഡ് റേഞ്ച് ആണെങ്കിൽ കൂടെ ശരി, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒപ്പോണൻ്റായിട്ട് നിൽക്കുന്ന എനിമീനെ ഹെഡ് ഷോട്ട്സ് അടിച്ച് കണക്ട് ചെയ്ത് താഴെ ഇടാനായിട്ട് സഹായിക്കുന്ന ഒരു ട്രെയിനിങ് ഡ്രില്ലാണിത്. സോ ഇതാണ് നമ്മുടെ ഈ വീഡിയോയിലെ അവസാനത്തെ ട്രെയിനിങ് ഡ്രിൽ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ 5ാമത് ഒരു ബോണസ് ടിപ്പ് തരാം ഗൈസ്. ഇത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ഇതാണ് ഈ ഒരു ഗെയിമിന് വേണ്ടപ്പെട്ട ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് സെൻസിറ്റിവിറ്റി ആൻഡ് കൺട്രോൾ. നിങ്ങൾ ഈ മറ്റൊരാളുടെ വീഡിയോ കണ്ടിട്ട് ഇത് ആ സെൻസിറ്റിവിറ്റി റിവീൽ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ചെന്ന് നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക. ബിക്കോസ് അത് നിങ്ങളുടെ ഡിവൈസിനുള്ള സെൻസിറ്റിവിറ്റി അല്ല. നിങ്ങളുടെ ഡിവൈസിൻ്റെ സെൻസിറ്റിവിറ്റി ഏതാണോ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെ സെൻസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാമെന്ന്. സോ നിങ്ങൾ ആ വീഡിയോസ് കാണുക. ഇല്ലെങ്കിൽ ഈ വീഡിയോ വേണമെങ്കിൽ ചാനലിനിടയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ഇറക്കുന്നതായിരിക്കും. സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുക ഡിവൈസിന് പറ്റിയതായത്. അതേപോലെ തന്നെ കൺട്രോൾസിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒരു 4 ഫിംഗർ അല്ലെങ്കിൽ 3 ഫിംഗർ എബോവ് കൺട്രോൾസ് യൂസ് ചെയ്യുക. ബിക്കോസ് ഇറ്റ് ഗിവ്സ് യു മോർ പെർഫെക്റ്റ് എയിമിങ് ആൻഡ് റിഫ്ലക്സ്.
അത് നല്ലപോലെ തന്നെ എയിമിനെയും അതുപോലെ തന്നെ റിഫ്ലക്സ് കൂട്ടാനും സഹായിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം ഇത് രണ്ടും മാറ്റാതെ തന്നെ ഒരേ ഒരു ലെവലിൽ തന്നെ കൊണ്ടുപോയി മാസ്റ്റർ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടിപ്പും കൊണ്ട് ഞാനിവിടെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാ മച്ചന്മാരും വീഡിയോക്ക് ലൈക്ക് ചെയ്തതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്.